നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണ് എന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ആകെപ്പാടെ ധർമ്മസങ്കടത്തിലായിരുന്നു ബാലനും ആകാശവും മിത്രയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. പിന്നീട് മിത്ര വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ വീണ മാഡത്തിന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ, അവരിനി വല്ല ചതിയും ചെയ്താണോന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ആകാശ് പറഞ്ഞു, ഏയ് അവരങ്ങനെയുള്ള സ്ത്രീയാന്ന് തോന്നില്ല, അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല. മിത്ര പറഞ്ഞു, അതെ അങ്കിളെ, അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അവരും മീനാക്ഷി ചേച്ചിയും തമ്മിൽ നല്ല കൂട്ടാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ആ മീനുവിനെ ഒന്ന് കയറി കാണാം, അപ്പോഴേ അറിയാലോ കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താന്ന്. അങ്ങനെ അവരങ്ങോട്ട് അകത്തേക്ക് കയറി വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിളിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് മീനാക്ഷി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കോൺസ്റ്റബിൾ പറഞ്ഞു, അതെ ഇപ്പൊ ആരെയും കാണിക്കാനായിട്ട് പറ്റില്ല, CI പറഞ്ഞിരിക്കുന്നേ പുറത്തുനിന്നുള്ള വിസിറ്റേഴ്സിനെ അനുവദിക്കില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് കണ്ടാൽ മതി സാറേ, ഞങ്ങൾ പെട്ടെന്ന് കണ്ടിട്ട് പോയിക്കോളാന്ന് പറഞ്ഞു. തൽക്കാലത്തേക്ക് കയറി കണ്ടു, പക്ഷെ CI വരുന്നതിന് മുമ്പ് ഇറങ്ങണം, CI പുറത്തു വരെ പോയിരിക്കുക, പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ മൂന്നുപേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുവിടാം. അപ്പൊ മീനാക്ഷി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പെട്ടെന്ന് മിത്രയുടെക്ക് അടുത്തേക്ക് വരുവാണ്. മിത്ര മീനാക്ഷിയെ കണ്ടപടി തന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുവാണ്. ചേച്ചിന്ന് പറഞ്ഞുകൊണ്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, എന്താ മോളെ ഇത്, നീ എന്തിനാ എങ്ങനെ കരയണേ? എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലല്ലോ. എന്നാലും മീനു ചേച്ചി ഒരു തെറ്റും ചെയ്യാതെ മീനു ചേച്ചി ഇങ്ങനെ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. സാരമില്ല പോട്ടെ. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ദേ മിത്രേ, മീനാക്ഷിയെ സമാധാനിപ്പിക്കാൻ വന്നിട്ട് ഇങ്ങനെയാണോ ചെയ്യുന്നേ? മീനാക്ഷിയെ നമ്മൾ ജാമ്യത്തിലിറക്കും, ആ കാര്യത്തിലൊരു പേടി വേണ്ട, പിന്നെ എന്തിനാ വിഷമിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അച്ഛാ 2 ദിവസത്തേക്ക് എന്നെ ജാമ്യത്തിലെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താ മോളെ അങ്ങനെ പറയണേ? ഇന്ന് സെക്കൻഡ് സാറ്റർഡേ, പിന്നെ നാളെ സൺഡേ അല്ലേ, അപ്പൊ ഇനിയിപ്പം കോടതിയും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പൊ അതുകൊണ്ട് എന്നെ ഇനി ജാമ്യത്തിലിറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലിന് ഭയങ്കര ടെൻഷനായി. ബാലൻ ചോദിച്ചു, അപ്പൊ 2 ദിവസം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ കഴിയേണ്ട വരുമെന്ന് പറഞ്ഞു. മിത്രയ്ക്ക് അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ സങ്കടം കൂടി. ബാലൻ പറഞ്ഞു, മോളെ സാരമില്ല അച്ഛാ, അതൊന്നും ഓർത്ത് നിങ്ങളൊന്നും വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം മീനാക്ഷിയെ ഉള്ളു കത്തുന്ന ബാലൻ അറിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ബാലൻ ചോദിച്ചു, എന്നാലും എൻ്റെ മോളെ ഇങ്ങനൊരു ചതി ചെയ്ത് ആരാ? നമ്മളാരും വിചാരിക്കാത്ത രീതിയിലുള്ള ഈ ചതി ചെയ്ത് ആരാന്ന് ചോദിച്ചു. അപ്പോഴാണ് ആകാശ് അവിടെ നിൽക്കുന്നത്. മീനാക്ഷി കണ്ടേ ആകാശിനെ രൂക്ഷമായിട്ട് നോക്കി മീനാക്ഷി. എന്നിട്ട് ആകാശിനോട് ചോദിച്ചു, ഇപ്പൊ സമാധാനമായ ആകാശനെന്ന് ചോദിച്ചു. ആകാശ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല ആകാശെ. മീനാക്ഷിയുടെ മനസ്സിലേക്ക് പഴയ കുറെ കാര്യങ്ങളൊക്കെ വരുവാണ്. 2 ദിവസം മുമ്പ് ആകാശ് വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു. നീ എനിക്ക് ആ ലൈസൻസ് തന്നില്ലെങ്കിൽ നിന്നെ ആ കസേര തെറിപ്പിച്ചിട്ടാണെങ്കിലും ഞാൻ ആ ലൈസൻസ് നേടിയെടുക്കും, അധികം വൈകാൻ നടക്കും, അതിന് ഏത് തന്ത്രം വേണമെങ്കിലും ഞാൻ പ്രയോഗിക്കും എന്നൊക്കെയുള്ളത്. അപ്പൊ ആകാശാണ് തന്നോട് ഈ ചതി ചെയ്തിരിക്കുന്നത്, ആ ലൈസൻസ് നേടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ആകാശിനോട് മീനാക്ഷി ചോദിച്ചു, ഇപ്പൊ ആകാശിന് സമാധാനമായല്ലോ അല്ലേന്ന് ചോദിച്ചു. ആകാശ് പറഞ്ഞു, മീനു എന്താ ഇത് എങ്ങനെയൊക്കെ ചോദിക്കണം. എനിക്കറിയാം ആകാശ്, എന്നാലും ആകാശ് ഇത്ര തരം താണ പ്രവൃത്തി ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ആകാശിന് എങ്ങനെ തോന്നി സ്വന്തം ഭാര്യയോട് ഇങ്ങനെ ചെയ്യാനായിട്ട്? ഒരു മനസാക്ഷിക്കുത്തും തോന്നിയില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ജന്മത്തില് എനിക്ക് ആകാശിനോട് പൊറുക്കാനായിട്ട് പറ്റില്ല, എന്റെ മരണം വരെ എന്റെ മനസ്സിൽ ഈ കാര്യം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ആകാശ് പറഞ്ഞു, മീനു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, മിണ്ടരുത്, ആകാശിന്റെ മുഖം പോലും എനിക്ക് കാണണ്ട, ഇറങ്ങി പോകാൻ പറഞ്ഞു. അപ്പോഴേക്കും ബാലനും മിത്രയ്ക്ക് അമ്പരപ്പോടു കൂടി ആകാശിനെ നോക്കുകയാണ്. ആ സമയത്ത് മീനാക്ഷി പറഞ്ഞു, ആകാശിനോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഇറങ്ങിപ്പോവാൻ പറഞ്ഞു കേട്ടില്ലടാ, ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞു. ആകാശ് തല കുണിച്ചോണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ബാലൻ ചോദിച്ചു, എന്തൊക്കെയാ മോളെ എന്ന് ചോദിച്ചു. ആ സമയത്ത് മീനാക്ഷി പറഞ്ഞു, 2 ദിവസം മുമ്പ് ആകാശിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാ കടയുടെ ലൈസൻസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയില്ലെങ്കിൽ എന്നെ ഓഫീസിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു, അതിന് ഏത് വഴി വേണം സ്വീകരിക്കുമെന്നും പറഞ്ഞു. എന്നാലും വെച്ചാ അത് കേട്ട ബാലന് സങ്കടമായി. ബാലൻ പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, മോള് തെറ്റും ചെയ്തിട്ടില്ലോ, മോളെ താർക്കാനായിട്ട് ആർക്കും സാധിക്കില്ല, മോള് ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളൊക്കെ ഇല്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മീനാക്ഷിക്ക് സങ്കടം പൊട്ടി മീനാക്ഷി കരയുവാണ്. എൻ്റെ മോളെ നീ ഇത്ര നല്ല ബോൾഡായിട്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സില്ലി ആയാലോ, കരയില്ലെന്ന് പറഞ്ഞ് ബാലൻ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. മിത്ര പറഞ്ഞു, ചേച്ചി എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, ഞങ്ങളൊക്കെ ചേച്ചിയുടെ ഒപ്പമുണ്ട്, ഇത് ഞാനുണ്ട്, അച്ഛനുണ്ട്, ചേച്ചി ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാലോ എന്ന് പറഞ്ഞു. അപ്പോഴേ പുറത്തുനിന്ന് കോൺസ്റ്റബിൾ വന്നിട്ട് പറഞ്ഞു, അതെ CI വരാൻ തയ്യാറായി, അല്ല CI വരാനായിട്ട് സമയമായി, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവർ പുറത്തേക്ക് ഇറങ്ങി പോരുക. ആ സമയത്ത് ആകാശ് പുറത്തുനിന്ന് ആലോചിക്കണം, അവൾ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്, താൻ കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ
അവളുടെ പറഞ്ഞ ഓരോ വാക്കുകളൊക്കെ ഇനി ഈ ജന്മത്തിൽ തന്നോട് പൊറുക്കാൻ കഴിയില്ലെന്ന്, തന്നെ പഴയതുപോലെ ഒന്നും കാണാൻ പറ്റില്ലെന്ന് അതൊക്കെ ഓർത്ത് ഇനിയിപ്പോൾ ആകാശിന് സങ്കടമായി. തനിക്ക് സമാധാനമായോ എന്ന്. അതെങ്ങനെ സമാധാനം ആവാനായിട്ടാ? തൻ്റെ ഭാര്യയല്ലേ അവള്, അവൾക്കൊരാപത്ത് വന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് നോവില്ലേ? അതെന്താ അവള് മനസ്സിലാക്കാത്ത എന്നൊക്കെ ചിന്തയായിരുന്നു ആകാശിന്റെ മനസ്സിൽ. ഇതേ സമയത്ത് ബാലൻ പുറത്തേക്ക് അങ്ങോട്ട് വന്നു. ആകാശിന്റെ കാരണം തീർത്ത് പൊട്ടിക്കുവാണ്. ഹെടാ, നീ എന്നാലും പാവ ആ പെങ്കുച്ചിനെ കുരിക്കേണ്ട കാര്യമില്ലായിരുന്നു പറഞ്ഞോണ്ട്. അച്ഛൻ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നോ? എടാ, നിനക്ക് കടയുടെ ലൈസൻസിന് വേണ്ടിയിട്ടല്ലേടാ നീ ആ പാവം പിടിച്ച പെണ്ണിനെ കുരുക്കിയത്. നിനക്ക് എങ്ങനെ തോന്നിയടാ, മനസ്സ് വന്നടാ? നിന്റെ ഭാര്യ അല്ലേടാ എന്നൊക്കെ ചോദിച്ചോണ്ട് വീണ്ടും വീണ്ടും അടിക്കണം. അപ്പോഴേക്കും ഇത്ര ഇടയ്ക്കിലേക്ക് കയറി വേണ്ട അങ്കളെ വേണ്ടാന്നൊക്കെ പറഞ്ഞു. ഏയ് മോളെ, നീ ഇങ്ങോട്ട് മാറി നിൽക്കുക, ഇവന് ഇത്ര കൂടിച്ചതിയനാണ്, ക്രൂരനാന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആകാശ് പറഞ്ഞു, അച്ഛൻ ഞാൻ ഒരിക്കലും മീനൊന്നും രോഹിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ട് തെറ്റ് ചെയ്തിട്ടില്ല, എന്നെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട, നീ എന്താ ഏതാന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായ കാര്യമാണ്, എന്നിട്ട് നീ ഇനിയും കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ? വീണ്ടും തല്ലുവാണ് ആകാശിനെ. എന്നിട്ട് പറഞ്ഞു, കടന്നു പോയിക്കോ, എൻ്റെ കൺമുന്നിൽ പോലും നിന്നെ കണ്ടുപോയേക്കല്ലെന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മീനാക്ഷിയെ ഞങ്ങൾ പുറത്തെത്തിക്കും, സത്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരൂടാ. നീ കാണാൻ പോകുന്നുള്ളൂ അത്. മീനാക്ഷി ഒരിക്കലും ജയിലിൽ കിടക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് ബാലൻ ഇത്രയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആകാശിന് ഭയങ്കര സങ്കടമായി. ആകാശ് എന്ത് ചെയ്യണമെന്നറിയില്ലാതെ അവിടെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അനു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ മോളെ, എന്തിനാ കരയണേ? എന്താ സങ്കടം എന്താന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ ആനന്ദേട്ട ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പ്രശ്നമോ? എന്ത് പ്രശ്നം? അത് കഴിഞ്ഞ ദിവസം അച്ഛന് ആര്യഞ്ചേട്ടനോട് ദേഷ്യപ്പെട്ടില്ലേ, ഗോപാലേട്ടൻ്റെ എന്ന് കൊടുത്ത 25,000 രൂപ അല്ല വാങ്ങിച്ച് 25,000 രൂപ തിരികെ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ പണം മീനു ചേച്ചി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീനു ചേച്ചി കൃത്യസമയത്ത് പണം ഉണ്ടാകാത്തതുകൊണ്ട് ഓഫീസിൽ ജോലി ചെയ്യുന്ന വീണ മാഡത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാന്ന് പറഞ്ഞു കുറച്ച് പൈസ ഇവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയുടെ കയ്യിൽ. മേടിച്ചിട്ട് ഭർത്താവ് കൊണ്ട് കൊടുത്ത. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ആ സമയത്ത് വിജിലൻസുകാർ വന്നു. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പത്തിന് ആനന്ദ് തോന്നി, അപ്പം ഇത് മനഃപൂർവ്വം ഒരു ചതിയാണല്ലോ മോളെ. അതേന്ന് പറഞ്ഞു. ആനന്ദേട്ട എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അച്ഛനൊക്കെ അങ്ങോട്ടേക്ക് പോയിരിക്കുക മീനുശേഷിനെ കാണാനായിട്ട്. ആനന്ദേട്ടന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. മോള് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ ശ്രീദേവി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രീദേവിയെ കണ്ടു കഴിഞ്ഞപ്പത്തിനും ആനന്ദിട്ട് പറഞ്ഞു, ഇപ്പം നിനക്ക് സമാധാനമായല്ലോ അല്ലേ? എന്താ ആനന്ദേട്ട പറഞ്ഞേ? ആ പാവം പിടിച്ച മീനുവിനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്തപ്പോൾ നിനക്ക് സന്തോഷമായല്ലോ അല്ലേ? ആനന്ദേട്ട അനാവശ്യം പറയരുത്, ഞാൻ തെറ്റും ചെയ്തിട്ടില്ല. മീനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ എനിക്ക് സങ്കടമുള്ളെന്ന് പറഞ്ഞു. പിന്നെ ഒരു സങ്കടം, നിനക്കൊരു കൂട്ടും കൂടെ കിട്ടിയില്ലോ എന്നൊരു ചിന്തയല്ലേ നിന്റെ മനസ്സിൽ? നിന്നെ പോലെ ഒരു കള്ളിയും കൂടെ ഉണ്ടായിരുന്നോ എന്ന് ഓർത്തണ്ടല്ലേ നീ സമാധാനപ്പെടുന്നേ? നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാടി. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ട വെറുതെ കള്ളത്തരം പറയരുത്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. മീനാക്ഷിയെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആള് ഞാനാ. മീനു പാവാ, ഞങ്ങൾ അവളും തമ്മിൽ അത്ര കൂട്ടാ. എന്നിട്ടാണോ ആനന്ദേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിർത്തണേ നിന്റെ പ്രസംഗം. നീ പറഞ്ഞതൊക്കെ മതി, ഞാൻ കുറെ കണ്ടിട്ടുണ്ട് നിന്റെ പ്രസംഗം. ശരിക്കും പറഞ്ഞ മീനുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സ്ഥാനത്ത് നിന്റെ അച്ഛനെയും അമ്മേനെയൊക്കെ ആയിരുന്നു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ. അത്രമാത്രം കള്ളത്തരങ്ങൾ ഈ കുടുംബത്തോട് ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് നീയൊക്കെ ഇപ്പോഴും പുറത്ത് സന്തോഷത്തോട് കൂടിയിട്ട്. പക്ഷേ എങ്കില് പാവം മീനാക്ഷി അവള്. ഈ സമയത്ത് ദേവിക്ക് നല്ല ദേഷ്യ സങ്കടമൊക്കെ വന്നു. ദേവി പറഞ്ഞു, ധ്യാനന്തേട്ട അനാവശ്യം പറയരുത്, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് വേണേൽ എന്നെ ശിക്ഷിച്ചു, പക്ഷേ എങ്കിൽ ഞാൻ ചെയ്യാത്ത തെറ്റിന് എന്നെ ശിക്ഷിക്കാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, എനിക്കറിയാടി എന്ത് ചെയ്യണമെന്ന്. നിന്നെ ഞാൻ ഈ വീട്ടിൽ വെച്ച് ഉറപ്പിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? കാണിച്ചു തരാം, അധികം വൈകാതെ നിനക്ക് അതിനുള്ള പണി കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് ദേഷ്യത്തോടെ അങ്ങോട്ട് ഇറങ്ങിപ്പോന്നേ. ആ സമയം കൃഷ്ണമംഗലത്ത് ഇന്ദിരാ മക്കളോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് മീനാക്ഷിയുടെ അറസ്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ല അല്ലേന്ന് ചോദിച്ചു. അച്ഛനും പറഞ്ഞു, അതെ ഇവിടുന്ന് അമ്മേ, അവളെ കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ. ഓഫീസിൽ ഒരു ഫയൽ ഇവിടെ അങ്ങോട്ട് നീക്കി വെക്കണമെങ്കിൽ രൂപ 1000 അവള് വാങ്ങുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദിത പറഞ്ഞു, അങ്ങനെയൊന്നും ചെയ്യുന്നവളാണ് മീനാക്ഷി ഞങ്ങൾക്ക് തോന്നില്ല, കാരണം ആ കുട്ടി നല്ലതെന്ന് എനിക്ക് തോന്നി. ഇതുവരെയും കൈക്കൂലി മേടിച്ചായിട്ടൊന്നും കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. കേട്ടിട്ടില്ല, അതൊക്കെ നിങ്ങളുടെ തോന്നല് മാത്രല്ലേ, പക്ഷെ അവളുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ. അവളൊരു കൈക്കൂലിക്കാരിയാണ്, ഇത്രയും നാളും അവൾ അങ്ങനെ ജീവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.